ഇന്നത്തെ റെസിപ്പി തികച്ച് ഹെൽത്തി ആയിട്ട് ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് ചെയ്തെടുക്കുന്ന ചെറുപയർ കറിയാണ്. പലരും പല രീതിയിലായിട്ട് ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടി ചെറുപയർ കറിയൊക്കെ വെക്കാറുണ്ടല്ലോ. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ. ഇത് ചോറിന് മാത്രമല്ല, ചപ്പാത്തിയും പുട്ടിനും എല്ലാത്തിനും പറ്റിയ നല്ലൊരു കറി കൂടിയാണ്. ഇതിനി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇനി ചെറുപയർ വേവിച്ചെടുക്കാനായിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. ഒരു 3 മണിക്കൂർ നേരത്തോളം കുതിർത്ത് വെച്ച ചെറുപയർ എടുത്തിട്ടുണ്ട്. ഒരു 1.5 അല്ല 1.25 കപ്പോളം എടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി വെള്ളം വറ്റിപ്പോകാതെ വേവിച്ചെടുക്കുന്ന രീതിയിൽ പാകത്തിന് വെള്ളം ഒഴിക്കുക. ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. വലിയൊരു തക്കാളി കട്ട് ചെയ്ത് ചേർക്കുക. ഇനി പയറിന് മാത്രമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ബാക്കി പിന്നീട് ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. ഇനി ഒരു 1/2 കപ്പോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക. കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കുന്നെങ്കിൽ വളരെ ചെറിയ കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർക്കുക. ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലങ്ങ് വെന്തലിഞ്ച് ചേർന്നോളും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി മൂടി വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ എനിക്ക് ഈ കുക്കറിൽ ഒരു 3 വിസിൽ മതിയായിട്ടുണ്ട്. ഓരോരുത്തർ കുക്കറിൻ്റെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാം. ഇതാ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാതെ എന്നാൽ ഒട്ട് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ രീതിയിൽ വെന്തെടുക്കണം. ഇതാ ഇതുപോലെ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തത് കാരണം നല്ലവണ്ണം വെന്ത് ചേർന്നിട്ടുണ്ട്. ഇതിനി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്. പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വറ്റൽമുളക് ചേർക്കുക. കൂടെ തന്നെ ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഒരു 10-15 എണ്ണ എടുക്കാം. കൂടെ തന്നെ ഒരു 6-7 വെളുത്തുള്ളി ചതച്ച് ചേർക്കുക. ഒരു 2 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുള്ളി ഇതിലും കൂടുതലായിട്ട് 15-20 ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ചെറുള്ളിയും സവാളയോടെ മിക്സ് ചെയ്ത് ചേർക്കാം, ഇല്ലെങ്കിൽ സവാളയായാലും ചേർക്കാം. നല്ല കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇതാ നല്ലവണ്ണം വഴറ്റിയെടുക്കണം. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തീ ഒരല്പം കുറച്ച് വെച്ചുകൊണ്ട് പൊടി ചേർക്കാനായിട്ടുണ്ട്. ഒത്തിരി പൊടികളൊന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. ഞാൻ ഇതിൽ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. ഒരല്പം മുളക് പൊടിയോടെ ചേർക്കുക. ഇത്രയുമേ ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ള് കായപ്പൊടിയോടെ ചേർക്കുക. ഇനി കുറേ ഏറെയായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിലൂടെ ചേർക്കുക. ഇനി നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ഒരു 5 സെക്കൻഡ് മതി. ആ മുളക് പൊടി മൂത്ത് വന്നോളും. ഇത്രയും മതി. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കുക. ഇതിൽ അരപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കുറച്ച് വെള്ളം ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഒരു 1/2 ഗ്ലാസ്സിനടുത്തായിട്ട് വെള്ളം ചേർക്കുക. അരപ്പിനകത്ത് നമ്മൾ എത്രയും വെള്ളം ഒഴിക്കുന്നു അതിന് കണക്കാക്കിക്കൊണ്ട് ഇവിടെ വെള്ളം ഒഴിക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് തീ ഒന്ന് കൂട്ടി കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി അരപ്പ് എങ്ങനെ അരച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് തേങ്ങ അരച്ചാൽ മതി. ഒരു 1/2 കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 അല്ലെങ്കിൽ 1/4 സ്പൂൺ പെരുംജീരകം. കുതിർത്തൊന്നും വെച്ചിട്ടില്ല. നല്ലവണ്ണം കഴുകിയിട്ട് അല്പം വെള്ളത്തോട് ചേർത്ത് ഒഴിച്ചെന്ന് മാത്രം. ഇനി അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അരഞ്ഞു കിട്ടണം. പെരുംജീരകമൊക്കെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി ഇതിലോട്ട് അരപ്പൊഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ആയിട്ടുണ്ടോ എന്ന് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാവുന്നതാണ് ഈ സമയത്ത്. അതിനുശേഷം ഉപ്പ് ചേർക്കുക. ഈ കറി നല്ലവണ്ണം തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് വരും. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു അളവിൽ ഗ്രേവി ആയിട്ട് എടുക്കുക. ചോറിനൊക്കെ എടുക്കുന്നെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കി എടുത്താലും കുഴപ്പമില്ല. ഈ റെസിപ്പിയിൽ തേങ്ങ മാത്രം അരച്ച് ചേർത്താലും ഒരു ടേസ്റ്റാണ്. പെരുംജീരകം ചേർത്തരയ്ക്കുമ്പോഴും വേറൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ നമ്മളിങ്ങനെ കാച്ചിയെടുക്കൂലേ, അങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റാണ്.
അതാ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടി പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അരപ്പെല്ലാം ചേർത്തതിന് ശേഷം വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. സൈഡിലൊക്കെ ഇങ്ങനെ കുമ്പള പോലെ തിളയ്ക്കാൻ വേണ്ടി വരുന്ന ഒരു പരുവത്തിൽ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചാറ് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണിത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുന്നത്. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.